ഇന്ന് ഇത്രയും ദിവസമായോ? അയ്യോ, ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ലേ? എത്ര പെട്ടെന്ന് പെട്ടെന്നാണ് പോകുന്നു. ഈ മാസം ഇനിയും 2-3 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞ് അത് കഴിക്കാം. എൻ്റെ അമ്മയുടെ മരണമുണ്ടല്ലോ, ഫെബ്രുവരി 19 5:40 അടയാളം കലണ്ടറിൽ ചെയ്തിട്ടുണ്ട്. എന്നാലും അടയാളം ചെയ്യേണ്ട, ഞാനൊരു അടയാളം ചെയ്തതാണ്. കാരണം എപ്പോഴും ഓർമ്മയിലിരിക്കാൻ വേണ്ടി. 2026. ജന്മം തന്ന അമ്മ നമ്മളെ വിട്ടുപോകുമ്പോഴുള്ള വേദനയെ, വേദന എന്തൊക്കെയോ ഫുള്ള് നഷ്ടപ്പെട്ട മാതിരിയാണ് ആ വേദന. എപ്പോഴും ആ ലൈവ് കാണുമ്പോൾ കരച്ചിൽ വരും. കാരണം അമ്മയുടെ വേദന ഭയങ്കര തീരാ ദുഃഖമാണ് എന്നെ സംബന്ധിച്ച്. അതാണ് ഞാൻ എപ്പോഴും ലൈവ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ലൈവ് കാണാമല്ലോ. ലൈവ് കാണുമ്പോൾ നമുക്ക് സങ്കടങ്ങളാണ്. വീഡിയോസൊക്കെ ആണെങ്കിൽ നമുക്ക് മാഞ്ഞു പോകും, കാസറ്റ് പോകും, അങ്ങനെ പോയി ഇങ്ങനെ പോകും. പക്ഷേ ലൈവ് ഒരിക്കലും പോകില്ല. ലൈവ് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എപ്പോഴും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. എൻ്റെ അമ്മ ഇപ്പം എന്ത് ചെയ്യണാവോ? ഞാൻ ഓർത്തുണ്ടല്ലോ അമ്മയൊന്നും മരിക്കത്തില്ലെന്ന്. ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. എനിക്കറിയത്തുപോലും ഇല്ലായിരുന്നു ഇത്ര പെട്ടെന്ന് എൻ്റെ അമ്മ മരിച്ചു പോകും. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ പോയി കഴിയുമ്പോൾ അവസ്ഥയെ അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിമാരും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഒരു ദിവസം 2-3 പ്രാവശ്യം വിളിക്കും. എന്തിയെ കൊച്ചേ, എന്തിയെ, നിൻ്റെ വിവരമൊന്നുമില്ലല്ലോ, അമ്മ പോലും ഇല്ലാത്ത കൊച്ചാണല്ലോ, എന്തോ സംഭവിച്ചു, എന്താണ്, ഒറ്റയ്ക്കാണല്ലോ, എന്ത് സംഭവിച്ചു എപ്പോഴും വിളിച്ചു ചോദിക്കും. അമ്മയുടെ അനിയത്തിമാരൊക്കെ അങ്ങനെയാണ്. ഏറ്റവും ഇളയുടെ അമ്മയുടെ ഏറ്റവും ഇളയ ഒരു അനിയത്തിയുണ്ട്. അവരൊരു ദിവസം 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ചോദിക്കും സംഭവം. നമ്മളെ ഓക്കെ, ബൈ.